അസ്സലാമു അലൈക്കും ഉസ്താദേ. പിന്നെ ഉസ്താദ്, ഇത് എന്താണ് ഈ നേർച്ചൻ്റെ? ഇവിടെ വളരെ പഴയ കാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന ഔലിയാക്കൾ അവർ ഇവിടെ ശുഹദാക്കളായി എന്നാണ് അറിയപ്പെടുന്നത്. വളരെയധികം കറാമത്തുകളാൽ പ്രസിദ്ധമാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ 6 ഒക്കെ പഠിക്കുന്ന സമയത്ത് പാപ്പനശ്ശേരിയിൽ ഇവിടെ വന്ന് നടന്നിട്ട് പോവുകയും ഇവിടെയൊക്കെ സിയാറത്ത് ചെയ്ത് സന്ദർശിച്ച് വിശ്രമിച്ച് പോകാറ് പതിവുണ്ടായിരുന്നു. പിന്നീട് വലിയ മലയൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പിന്നീട് പാറപ്പള്ളി ഉസ്താദ് വരികയും അങ്ങനെ അതിൻ്റെ ഫലമായി എല്ലാവരും കൊല്ലത്തിൽ എല്ലാവരും വലിയ വലിയ പ്രാസംഗികന്മാർ കൊണ്ടുവന്ന് മഹല്ലിൽ പ്രസംഗം നടത്തുകയും ചെയ്യാറായതാണ്. വ്യത്യസ്തമായ ഉറൂസുകളിൽ വിഭിന്നമായ നിലയിൽ നല്ല അച്ചടക്കത്തോടുകൂടി സാധാരണ രീതി അവസാനം ദിവസം കൂട്ടുപ്രാർത്ഥനയും ഭക്ഷണ വിതരണവും. അതിന് ഈ പ്രദേശത്തുള്ള അടുത്ത പ്രദേശത്തും ഭാവിയിലുള്ള ദൂരെയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള എല്ലാവരും വന്ന് അതിൻ്റെ പങ്കെടുത്ത് കൂട്ടുപ്രാർത്ഥന നടത്തി ചീരണി വാങ്ങി പോവുകയാണ് പതിവുകൾ. പാലക്കോട് ഓലക്കൽ മക്കാം റൂസ് സംബന്ധിച്ച വിവരങ്ങളാണ് ഉസ്താദ് തന്നത്. പിന്നെ അവിടെയുള്ള ചന്ത വന്ന് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടിപൊളി ചന്തയാണ്. അപ്പം സാധനത്തിനെല്ലാം വളരെ വില കുറവാണ്. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ചെറിയ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ അവിടെ എന്തൊക്കെയോ വിൽപ്പന നടത്തുന്നുണ്ട്. അച്ചാർ, ഉപ്പിലിട്ടത്, അങ്ങനെ പലഹാരങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പം വലിയ ചന്തൻ്റെ ഇടയിൽ കുട്ടികളുടെ ചെറിയ ചന്ത ഒന്ന് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. അവർക്കും ഒരു സന്തോഷമാണ്, നമ്മൾക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ കുട്ടികളെല്ലാം ചിത്രീകരിക്കുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ഷംസുഭായി നമ്മളെയും കാണിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ അതെല്ലാം അനുസരിച്ച് കുട്ടികളെ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവർ നിർബന്ധിച്ചത് കൊണ്ടാണ് അവരെയെല്ലാം ഉൾപ്പെടുത്തിയത്. പിന്നെ ഏതായാലും മക്കളല്ലേ, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അപ്പം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി ഇതിൽ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊരു സന്തോഷമാകട്ടെ. പിന്നെ നല്ല ഉപ്പിലിട്ടതാട്ടോ, നല്ല ഉപ്പിലിട്ടത്. അതേപോലെ തന്നെ നല്ല മറ്റേ എന്തെല്ലാം പരിഹാരങ്ങളുണ്ടായിരുന്നു. അതിനെ വ്യക്തമായിട്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും 2 ദിവസം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസം ദിക്റും സലാത്തും അതുപോലെ തന്നെ കൂട്ടപ്രാർത്ഥനയുമുണ്ട്. അപ്പം എല്ലാവരും പങ്കെടുക്കണം. പങ്കെടുത്ത് നമ്മുടെ ഉറൂസ് വമ്പിച്ച് വിജയമാക്കണം. പിന്നെ ഇത് കുറച്ച് നീളം അധികമുണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തണം. ഇത് മക്കാമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിൻ്റെ മുകളിലേക്ക് കയറി. അപ്പം അതുകൂടെ ഒന്ന് ചിത്രീകരിച്ച് അതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത്.